രാവിലെ തന്നെ നല്ല 8ൻ്റെ പണിയാണ് കേട്ടോ കിട്ടിയത്. വേറെ ഒന്നുമല്ല, അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഗ്യാസായിട്ട് തീർന്ന് കിട്ടി. അപ്പോൾ പിന്നെ ഗ്യാസ് ഉപയോഗിക്കുന്നവർക്ക് അറിയണതല്ലേ അതിൻ്റെ ബുദ്ധിമുട്ട്. അതേപോലെ പ്രത്യേകിച്ച് ദേവന് സ്കൂളുള്ളൊരു ദിവസം. അപ്പോൾ ഈ ഒരു ചീഞ്ചട്ടിയിൽ വേണം കേട്ടോ ഞങ്ങൾക്ക് ഇനി അന്ത്യോളത്തേക്കുള്ള എല്ലാ സകലമാന സാധനങ്ങളും വെച്ചുണ്ടാക്കാനായിട്ട്. ഒരു ലോഡ് പാത്രങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഈ ഒരു ആനടുപ്പിലേക്ക് വെക്കാൻ പറ്റുന്ന പാത്രം ഈ ഒരു ചീഞ്ചട്ടി മാത്രമേ കേട്ടോ. ചോറ് ഊറ്റണതും ഉപ്പേരി വെക്കണത്, കറി വെക്കണത്, എന്തിനാ പറയുന്നത്, ചായ വരെ ഈ ഒരു ചീഞ്ചട്ടിയിലാണ് കേട്ടോ വെക്കുക. അപ്പോൾ അങ്ങനെ ആദ്യം ഞാൻ ദേവനുള്ള ചോറ് ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് സോയാബിയാണ് ഇപ്പം അവന് കൊണ്ടുപോകാനുള്ളത്. അതൊന്ന് വറുത്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ചപ്പാത്തി കല്ല് മാത്രം ഇപ്പോൾ ആ അടുപ്പത്തൊന്നും ഇരിക്കും. അതുകൊണ്ട് ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കാൻ വിചാരിച്ചു കേട്ടോ. തലേ ദിവസത്തെ കറി ഉണ്ടായിരുന്നു, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ദേവൻ്റെ വണ്ടി വരാറാകുമ്പോഴേക്കും ഈ ഒരു ബാഗ് എടുത്തിട്ടേക്ക് ഉമ്മർത്ത് വെച്ചില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല കേട്ടോ. ഓട്ടോ വരുമ്പോഴേക്കും അവന് ചായ കൊടുത്ത് അവൻ്റെ വയറ് ഫുള്ളാക്കിയാലും കേട്ടോ നമുക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. അവൻ പോയി കഴിഞ്ഞാൽ 10 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ വേദക്കുട്ടിയുടെ കാര്യത്തിലേക്ക് ആയിട്ട് എൻ്റെ ഫുൾ ശ്രദ്ധ. ഗ്യാസിന് കൊടുത്തിട്ടുണ്ട്, എന്നാ വരാമെന്നൊന്നും അറിയില്ല.